പ്രധാന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് ഈ ഭയം വരുന്നത് എപ്പോഴാണ്? നമുക്ക് ഒരു കാര്യം സാധിക്കുമോ ഇല്ലേ എന്നുള്ള ഒരു ആങ്സൈറ്റി വരുമ്പോൾ, നമ്മൾ എഫർട്ട് എടുക്കുമ്പോൾ അത് എഫർട്ട് വിജയിക്കുമോ ഇല്ലേ എന്നുള്ളൊരു ആങ്സൈറ്റി വരുമ്പോൾ, അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിച്ചിട്ട് പാസ്സാവാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഉയർന്ന ഗ്രേഡ് വാങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി വരുമ്പോഴുള്ള ഭയം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ ഇന്റർവ്യൂവിൽ ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റുമോ, ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആങ്സൈറ്റി നമുക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോണ്ടാവും. അങ്ങനെ എല്ലാ മേഖലയിലും എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നമുക്ക് ഭയം നമ്മളെ കീഴ്പ്പെടുത്താറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഈ പരീക്ഷാ ഭയം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ഭയം ഉണ്ടാവില്ല. നമ്മളെന്തിനാ പരീക്ഷ ഭയക്കുന്നത്? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വർഷത്തെ സിലബസ് എല്ലാം നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടായിരിക്കും ചിലപ്പം ഭയം വരുന്നത്. ഇനിയിപ്പോൾ വേണ്ട രീതിയിൽ പഠിച്ച കുട്ടികൾക്കും ഈ മത്സരാധിഷ്ഠിത ലോകത്ത് ഭയം വരും. കാരണം ഇനി വിചാരിച്ച മാർക്ക് കിട്ടൂലേ, വിചാരിച്ച ഗ്രേഡ് കിട്ടൂലേന്ന്. അത് മറ്റൊരു വിഷയമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത്, ഏത് കോഴ്സിലാണോ പഠിക്കുന്നത്, അതിൻ്റെ സിലബസ് നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം നടത്തുക. ക്ലാസ്സുകളിൽ നിന്ന് കിട്ടാത്ത അറിവുകൾ നമ്മൾ മറ്റു രീതിയിൽ നിന്ന് ശേഖരിക്കുക. മറ്റ് അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കുക, നമ്മൾ സഹപാഠികൾ ചോദിച്ച് മനസ്സിലാക്കാം, ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടെത്താം. ഇന്ന് AI-യുടെ ലോകമാണല്ലോ, പെട്ടെന്ന് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് വിരൽത്തുമ്പിൽ കിട്ടും. അപ്പോൾ വേണ്ട രീതിയിൽ ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ കുറച്ചുകൊണ്ട് നമ്മൾ പഠനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പരീക്ഷാ ഭയമൊന്നും ഉണ്ടാവില്ല. ഒന്നാല്. രണ്ടാമത്, നമ്മൾ പരീക്ഷ ഭയക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ചെയ്തെടുക്കാൻ പറ്റുമോ, ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ, അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയമാണ്. അപ്പോൾ ഈ ബ്രെയിൻ വർക്ക് ശരിയായ രീതിയിൽ, നമ്മുടെ ബ്രെയിനിൽ ശരിയായ രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റീകളയാൻ പറ്റും. ക്രമാനുസൃതമായിക്കൊണ്ട്, അതായത് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പഠനം, ശാസ്ത്രീയമായ പഠനം നമ്മൾ നടത്തിയിട്ടെങ്കിൽ കിട്ടും. അപ്പം പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് റീകാൾ ചെയ്ത് ശീലിക്കുക. ഒഴിവ് സമയത്തൊക്കെ ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എക്സാം ഹാളിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് റെഫ്രഷ് ചെയ്താലേ മാത്രം വെച്ചുകൊണ്ടൊന്ന് റെഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ആൻസർ നമുക്ക് കിട്ടുന്നതാണ്. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലേക്ക് ഈ ആൻസർ ഓടി വരും. അപ്പോൾ അത് ആ ഒരു ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പങ്ക്ച്വാലിറ്റി. ഏത് കാര്യത്തിലും പങ്ക്ച്വാലിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം. പഠിക്കാനുള്ള സമയത്ത് കൃത്യമായിട്ട് പഠന സമയത്ത് പഠിക്കുക തന്നെ വേണം. എക്സാം ഹാളിൽ പോകുന്നതിന് മുമ്പായിട്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് തലേ ദിവസം തന്നെ ചെയ്യണം. എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഹാൾ ടിക്കറ്റ്, പേന മുതലായ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സെറ്റാക്കി, തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ട് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റുടനെ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പഠിച്ച കാര്യങ്ങളുള്ള സമയം കൊണ്ട് രാവിലെ ഒന്നുകൂടി ജസ്റ്റ് മെയിൻ പോയിന്റുകളൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. എന്നിട്ട് കൃത്യസമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ നമുക്ക് ബസ് കിട്ടാത്ത പ്രശ്നമൊന്നും വരില്ല. ഓടിക്കൊന്നും ടെൻഷനായി പോകേണ്ട ആവശ്യം വരില്ല. കറക്റ്റ് സമയത്ത് നമുക്ക് എക്സാം ഹാളിൽ എത്താൻ വേണ്ടിയിട്ട് കഴിയും. ഒരു ടെൻഷനില്ല പരീക്ഷയിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി, ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി, അപ്പോൾ ഈ ആങ്സൈറ്റി ഒഴിവാക്കാൻ, അതായത് പരീക്ഷാഭയം ഒഴിവാക്കാൻ വേണ്ടി ആദ്യം നമ്മളൊന്ന് പ്രിപ്പയർഡ് ആവും. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എക്സാം ഫിയർ മാറിക്കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതുവരെ ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ വീക്ഷിച്ചതിന് ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ. എൻ്റെ ചാനൽ ഇത് ഒരു എഡ്യൂക്കേഷൻ ചാനലാണ്. വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.